ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങളോട് ഈശോ ഒരു ഉപമ പറയുന്നു. ആ ഉപമ ഇപ്രകാരമാണ്: ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. രാജപദവി സ്വീകരിച്ചുകൊണ്ട് ആ പ്രഭു തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരോടായി തങ്ങൾക്ക് കിട്ടിയ നാണയത്തിന് എത്ര സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിച്ചു ചേർത്തു. ഒന്നാമൻ വന്ന് പറയുന്നുണ്ട്, യജമാനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. പ്രഭു പറയുന്നുണ്ട്, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമനോട് ചോദിക്കുമ്പോൾ രണ്ടാമൻ 5 നാണയം കൂടി എന്ന് പറയുന്നു. അവനെയും 5 നഗരങ്ങളുടെ മേൽ പ്രഭു അധികാരിയാക്കുന്നു. മൂന്നാമതൊരുവനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് കിട്ടിയ നാണയം അയാൾ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു. കാരണമായിട്ട് പറയുക, യജമാനെ, എനിക്ക് ഭയമായിരുന്നു എന്നാണ്. എന്നാൽ ഈ യജമാനൻ അവനെ ശകാരിക്കുന്നു, അവനെ കൊന്നുകളയാനായിട്ട് വിട്ടുകൊടുക്കുന്നു. ഈശോ ഈ ഉപമ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും എന്ന്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളും കഴിവുകളും 100 ഇരട്ടിയായിട്ട് ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന കഴിവുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് കിട്ടിയതുപോലെ കഴിവുകൾ കിട്ടിയില്ലല്ലോ, മറ്റുള്ളവർക്ക് കിട്ടിയതുപോലെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലല്ലോ. എന്നാൽ ഇന്നത്തെ ഉപമ നമ്മളോട് അതിനുള്ള കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഒരാൾക്ക് കൊടുത്തതുപോലെയല്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്രകാരം നമ്മുടെ കഴിവുകൾ അനുസരിച്ച് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കും എന്നത് അത്യാവശ്യമായ കാര്യമാണ്. അലസത നിറഞ്ഞ മനസ്സും അലസ നിറഞ്ഞ ജീവിതവും വിട്ടുപേക്ഷിച്ചാൽ മാത്രമാണ് ദൈവത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയ ക്രിസ്തീയ വിശ്വാസം എന്ന ആ താലന്ത് നമ്മുടെ കൂടെയുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുകയാണ്. നമുക്ക് ഒന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കഴിവുകളോട് 100% ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ 100% ഞാൻ കൃത്യമായിട്ട് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? വചനം അവസാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഭയപ്പെടുത്തുന്ന വചനത്തോടു കൂടിയാണ്. അത് ഇപ്രകാരമാണ്: ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോ നമുക്ക് ലഭിച്ച കഴിവുകളോ നമ്മൾ ഒന്നും ചെയ്യാതെ അലസരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉള്ളത് പോലും അത് നഷ്ടപ്പെട്ടു പോകും. അത് ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ ഫലമുള്ളതാക്കി മാറ്റണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകണം. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു നല്ല കലാകാരനായി മാറുക നിരന്തരമായ പരിവർത്തനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു നല്ല കളിക്കാരനായിട്ട് മാറുന്നത് കൂടുതൽ പ്രാക്ടീസിലൂടെയും കൂടുതൽ ചെയ്യുന്നതിലൂടെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നു, എത്രമാത്രം ദൈവത്തോട് അടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തോടടുക്കും. അത് നമ്മുടെ വചനവായനയായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, ധ്യാനമായിരിക്കാം, ദിവ്യബലി അർപ്പണമായിരിക്കാം, കുടുംബ പ്രാർത്ഥനയായിരിക്കാം. ഇവയിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ദൈവത്തോടടുക്കാനുള്ള താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറാം, ദൈവത്തിൻ്റെ യഥാർത്ഥ ഭൃത്യന്മാരായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.